ഇന്ന് ലീവ് ആയതുകൊണ്ടേ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഡെസേർട്ടിലൊന്ന് പോയി വൈബ് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് നവാബിൻ്റെ വണ്ടിയാണ്. ഇത് ഡെസേർട്ട് പോകാനുള്ളൊരു സ്പെഷ്യൽ വണ്ടിയാണ്, 4 വീലർ വണ്ടിയാണ്. അതിനുവേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു വണ്ടി. എന്താണെങ്കിലും അടിപൊളിയായിട്ട് പോകാൻ തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലൊരു ചായ കുടിക്കാൻ വേണ്ടി ഈ കാണുന്ന കഫ്റ്റീരിയയിൽ നിർത്തി. ഇവിടെ സ്പെഷ്യലായിട്ട് ബൂസ്റ്റ് ചായ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബൂസ്റ്റ് ചായ വന്നു. ഒന്നും പറയാനില്ല, അടിപൊളി. എൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ മോസ്ക് ആണല്ലോ. ആ ഷാർജ മോസ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു പമ്പിലാണ്, ഐസ് കപ്പ് കഫ്റ്റീരിയ. അങ്ങനെ ഞങ്ങൾ ഡെസേർട്ടിൻ്റെ സൈഡിൽ എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടയറിൻ്റെയും കാറ്റഴിച്ചു വിടുക എന്നുള്ളതാണ്. ഒരു 15 PSI എയറൊക്കെ മതി കേട്ടോ നമ്മൾ ഡെസേർട്ടിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ കുടുങ്ങി പോവുക. ഡെസേർട്ട് സഫാരിക്ക് ഇതിനു മുമ്പും ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ത്രില്ലുണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താവെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി പോവുക. ഈ മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ കാണാത്തൊരു ലോകം കേട്ടോ. പരന്ന് കിടക്കാനുള്ള ഈ മരുഭൂമി. അങ്ങനെ ഞങ്ങൾ ആ മലയുടെ ടോപ്പിലെത്തി. ഡെസേർട്ടിൻ്റെ ഉള്ളിലെ വ്യൂവും ഡൂൺ ഭാഷയൊക്കെ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലൊന്ന് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. കുറച്ചൊക്കെ റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ പോകണം. വളരെ വൈബാണ്, ഒന്നും പറയാനില്ല. മരുഭൂമിക്കുള്ളിൽ തന്നെ ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് തൽക്കാലം ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ചു പോയി.